ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മൾ ഓൾറെഡി കേട്ടു. ആമേൻ. ഫിലിപ്പിയരുടെ the book of Philippians chapter 1. The book of Philippians chapter 1 verse 6. ആറാം വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിന്റെ നാൾ വരെ അത് തുടരുമെന്നും പൂർത്തിയാക്കുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. Amen. The Gospel of Luke chapter 2. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 36 തൊട്ട് 38 വരെയുള്ള വാക്യം. 36 to 38. Luke chapter 2 36 to 38. ആശേർ ഗോത്രത്തിൽപ്പെട്ട ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചിക ഉണ്ടായിരുന്നു. അവൾ വളരെ വയസ്സ് ചെന്നവളും വിവാഹം കഴിഞ്ഞ് 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചിട്ട് 84 വയസ്സുവരെ വിധവയും ആയിരുന്നു. അവൾ ഒരിക്കലും ദേവാലയം വിട്ടുപോകാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് രാപകൽ ആരാധന നടത്തിപ്പോന്നു. ഈ സന്ദർഭത്തിൽ അവൾ അവരുടെ അടുക്കൽ വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജെറുസലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് പ്രസ്താവിച്ചു. ആമേൻ. ദൈവജനത്തിനായി സ്തോത്രം ചെയ്യും. എനിക്കറിയാം ഈ മാസം നല്ല ചൂടുള്ള മാസമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാലും ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മെസ്സേജിന് ഒരു ടൈറ്റിൽ കൊടുക്കാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. God is not finished. God is not finished. ഫിലിപ്പിയർ 1:6 വാക്യം ഒന്നും കൂടെ മെസ്സേജ് ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് കാണാം. There has never been the slightest doubt in my mind that the God who started this great work in you would keep at it and bring it to a flourishing finish on the very day Christ Jesus appears. Praise the Lord. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് തന്നെ സന്തോഷിച്ചോണം. ജയിലിൽ കിടക്കുന്ന പൗലോസ് റോമ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ്, എനിക്കൊരു സംശയവുമില്ല, നിങ്ങളുടെ നല്ല പ്രവൃത്തി തുടങ്ങിയ ദൈവം ക്രിസ്തുവേശുവിന്റെ വരമെങ്കിൽ തക്കൻ he will bring it to completion. Praise the Lord. ഇന്ന് പകൽ നിന്റെ അകത്ത് ശ്വാസവും ഉണ്ട്, യേശുവിന്റെ വരവുമായിട്ടില്ലെങ്കിൽ God is not finished with you. Praise the Lord. That's a nice place to praise the Lord. നിന്റെ അകത്ത് ശ്വാസവും ഉണ്ട്, യേശുവിന്റെ വരവായിട്ടില്ലെങ്കിൽ God is not finished with you. God is not finished with you. God is not finished with you. പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ഉറപ്പുണ്ട്, ദൈവസഭയെ നോക്കി പറയണം, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി തുടങ്ങിയ ദൈവം ക്രിസ്തുവേശുവിന്റെ ദിവസത്തിലേക്ക് അത് പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനത്രേ. സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകൽ ഈ വാക്യത്തിന്റെ അകത്തുള്ള അഭിഷേകം, ഈ വചനത്തിന്റെ അകത്തുള്ള ദൈവകൃപ എന്റെയും നിന്റെയും അകത്ത് പ്രവർത്തിക്കട്ടെ. Oh, God is not finished. Praise the Lord. Hallelujah. Amen. Praise the Lord. Amen. It doesn't matter how old you are or how bad you are or what you have gone through or what you're going through. Your best days are still ahead of you. അതുപോലെ 50 വയസ്സുണ്ട്, കാലാഗ്രഹത്തിൽ കിടക്കുക. നമ്മളാണെങ്കിൽ പറഞ്ഞ എല്ലാം തീർന്നു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാനെ. എന്നാൽ എനിക്ക് ഉറപ്പുണ്ടെന്നാ പൗലോസ് പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഉറപ്പുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരട്ടെ. ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് ഹസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾക്ക് എത്ര മോശമായ വ്യക്തിയാണെന്ന വിഷയമല്ല, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന വിഷയമല്ല. എന്നാൽ ഇന്ന് പകൽ ഒരു ഉറപ്പ് പരിശുദ്ധാത്മാവ് തരട്ടെ. നിന്റെ അകത്ത് തുടങ്ങിയ നല്ല പ്രവൃത്തി തുടങ്ങിയ ദൈവം അവന്റെ വരവെങ്കിലേക്ക് അത് പൂർത്തീകരിക്കുമെന്നുള്ളൊരു നല്ല ഉറപ്പ്
ഒരു നല്ല ഉറപ്പ്. Praise the Lord. Hallelujah. ഒരു നല്ല ഉറപ്പ്. Praise the Lord. Especially people who are above 50. You think you have finished. Your best days are over. ഈ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷന്റെ അകത്ത് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. നിന്ന കാൻഡിഡേറ്റ്സ് എല്ലാം 68 വയസ്സിന്റെ മുകളിലായിരുന്നു. 68 വയസ്സ് കഴിഞ്ഞിട്ടും അവരുടെ കാലിബറോ ക്യാരക്ടറോ അല്ല ഞാൻ പറയുന്നത്. 68 വയസ്സ് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ആകാൻ പറ്റും, ഒന്നുമല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആകാനെങ്കിലും ഒന്ന് ശ്രമിക്കാന്നുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടായിരുന്നല്ലോ. Praise the Lord. Amen. ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലേക്ക് ആയി തീരാൻ സാധിക്കും. പ്രായം കൂടി പോയിട്ടില്ല. 85-ാമത്തെ വയസ്സിലാണ് കാലബ് ഹെബ്രോൺ മല പിടിച്ചെടുക്കെങ്കിൽ 85 കഴിഞ്ഞാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 80-ാം വയസ്സിലാണ് മോശ വിളികേട്ട് ഇറങ്ങിയതെങ്കിൽ 80-ാം വയസ്സിൽ വിളികേട്ട് ഇറങ്ങുവാനും 70 കഴിഞ്ഞിട്ടാണ് എബ്രഹാം ദൈവസ്വരം കേട്ട് ദൈവത്തിന്റെ തേജസ് അറിഞ്ഞതെങ്കിൽ 70 കഴിഞ്ഞെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി നിന്നെ കൊണ്ടുള്ളത് തീർന്നിട്ടില്ല. Your best days are ahead of you. If you believe that, stand up and rejoice in the Lord. Put your hands together and say, this word is mine. എന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങി. ഇന്ന് പകലൊരു അഭിഷേകം, ഇന്ന് പകലൊരു അഭിഷേകം നിന്റെ മേൽ ഇറങ്ങട്ടെ. റൈഡാനം ദാരബാര ബൗസിയ തരഠമന ബൗഡിയാനം റിബാബാബ ശംജാലാരാധനം. Hallelujah. Amen. Praise the Lord. Hallelujah. Self-limiting ആയിട്ടുള്ള തോട്ട്സ് മാറ്റണം. പൈശാചികമായ കള്ളങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കയറി പിടിക്കാൻ സമ്മതിക്കരുത്. ബിസിനസ്സിൽ പരാജയപ്പെട്ട് കാണും, ജീവിതത്തിൽ പരാജയപ്പെട്ട് കാണും. എന്നാൽ ഒരുറപ്പ് ദൈവവചനത്തിന്റെ അകത്തുനിന്ന് പ്രൈസ് ദി ലോർഡ് നിങ്ങളിൽ നല്ല പ്രവൃത്തി തുടങ്ങിയ ഒരു ദൈവമുണ്ട്. ക്രിസ്തുവേശുവിന്റെ വരവത്തിങ്കിൽ അത് പൂർത്തീകരിച്ചു കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തനാണ്. Praise the Lord. ഇന്ന് പകൽ പിശാച് കേൾക്കത്തക്ക പറ, എന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങിയ ദൈവം അത് പൂർത്തീകരിക്കും. Praise the Lord. യേശുവിന്റെ വരവത്തിങ്കിലേക്ക് പൂർത്തീകരിക്കും. I am not discouraged. I am not afraid. God will bring to completion the good work that He has begun in me. Praise the Lord. Hallelujah. Amen. പലവരുടെ മനസ്സിനകത്തൊരു ചിന്തയാണ്, ഒന്നുകൂടെ ചെറുപ്പമായിരുന്നെങ്കിലോ, നേരത്തെ ബിസിനസ് ചെയ്യേണ്ടതായിരുന്നു, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. But God's best days are still ahead. പൗലോസ് പറഞ്ഞു, I forget what lies behind. ഫിലിപ്പിയർ 3-ന്റെ അകത്ത് പറഞ്ഞു, കഴിഞ്ഞത് ഞാൻ മറക്കുന്നു. And I run looking unto Jesus, the pioneer and the perfecter. യേശു വിളിച്ച ആ വിളിയോട് അനുസരിച്ച് നടക്കുവാൻ ഞാൻ മുന്നോട്ട് നോക്കി. കഴിഞ്ഞത് കഴിഞ്ഞു. Praise the Lord. മുന്നോട്ട് യേശുവിൽ നോക്കി ഓടാൻ റെഡിയാണെങ്കിൽ Praise the Lord. ഇന്ന് വന്നതുപോലെ പോകുകയല്ല, നിങ്ങൾ ഇതുവരെയായിട്ട് അനുഭവിക്കാത്ത ഒരു ആത്മീയമായ ഉറപ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ തരും. മൂന്ന് ക്വാളിറ്റിയാണ് ഇതിനാവശ്യം ഈ പ്രവൃത്തി നമ്മൾ കൂടെ നടക്കുമ്പോൾ തന്നെ. ഒന്ന് എളിമ എന്ന് പറയും, ഹ്യൂമിലിറ്റി. ദൈവത്തിന്റെ കൃപ വരുന്നത് അഹങ്കാരികളുടെ അടുത്തല്ല, താഴ്മയുള്ള ഹൃദയത്തിലാണ് ദൈവത്തിന്റെ കൃപ വരുന്നത്. നിങ്ങൾക്ക് വലിയ വീട് കാണും, നല്ല വണ്ടി കാണും, നല്ല ജോലി കാണും, നല്ല ശമ്പളം കാണും, ആരോഗ്യം കാണും, എല്ലാം കാണും. എന്നാൽ അതല്ല സക്സസ്. അത് നല്ലതാ,
അവിടെ നിന്നും എന്തോ കൂടെ ദൈവത്തിന് എന്നിൽ ചെയ്തെടുക്കുവാൻ ഉണ്ടെന്നുള്ള മനോഭാവമാണ് എളിമ. അവിടെയാണ് നിന്റെ വിജയം. If you feel you have reached where you're supposed to reach and you are the man or you are the woman, no. But നിന്റെ അകത്ത് എന്തോ കൂടെ എന്നിൽ നല്ല പ്രവൃത്തി, something better God wants to do in me. എന്നിൽ എന്തോ യേശുവിന് നല്ലത്, ബെറ്റർ ആയിട്ടുള്ളത് ചെയ്യുവാൻ, അതാ എളിമ. എന്തോ കൂടെ നല്ലത്. I'm not arrived, I'm not where I'm supposed to be, I'm not like Christ yet, but I am not what I used to be. എന്നിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി അവൻ പൂർത്തീകരിക്കും. എന്തോ മെച്ചമായത്, നല്ലതായത് എന്നിൽ കൂടെ എന്നിൽ അവൻ ചെയ്യുവാൻ വിശ്വസ്തനാണെന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അതാണ് താഴ്മ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ എന്തോ ഞാൻ എന്തോ മിടുക്കനാണ്, ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്, ഏറ്റവും വലിയ പാസ്റ്ററാണ്, ഏറ്റവും വലിയ നല്ല അപ്പനാണ്, ഏറ്റവും നല്ല അമ്മയാണ്, പ്രൈസ് ദി ലോർഡ് എന്ന് തികഞ്ഞവനാണെന്ന് ചിന്തിക്കുന്ന ദിവസമാണ് ദൈവകൃപ നിനക്ക് നഷ്ടമാകുന്നത്. ഇന്ന് പകൽ ദൈവമേ അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ്. ഞാൻ ആകേണ്ടിടത്തായിട്ടില്ല, അങ്ങേ പോലെ ആകാൻ എനിക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ്. Praise the Lord. Amen. ഞാൻ പണ്ടോർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വളരെ സ്നേഹിക്കുന്ന ഒരു അഭിഷിക്തന്റെ അടുത്ത് പോയി. ആള് ചർച്ചിലും വന്നു. So I was trying to see if he would be impressed by our worship and by our prayer and by ഞാൻ വളരെ മാനിക്കുന്നു ബഹുമാനിക്കുന്ന ദേവദാസനാണ്. പുള്ളിക്കാരൻ മീറ്റിങ്ങിന് വന്നു, ഇരുന്നു, ആരാധിക്കുകയൊക്കെ ചെയ്തു, മെസ്സേജ് ഒക്കെ കേട്ടു, എല്ലാം കൂടി. I am looking for one word of appreciation. അഭിഷിക്തന എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്, മോനെ കൊള്ളാം കേട്ടോ, ഇത്രത്തോളം ദൈവം ചെയ്ത് ഒന്നും പറഞ്ഞില്ല. മുറി ചെന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, I am not impressed at all. അയ്യടാന്നായി പോയി. He asked me, do you want to get better? ആയിരിക്കുന്ന അവസ്ഥയിൽ നീ സംതൃപ്തനാണോ, അതോ ഇതിൽ നിന്നും മെച്ചമായിട്ട് ഒന്നും കൂടെ ബെറ്റർ ആകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതെന്നെ കുലുക്കി. Praise the Lord. Praise the Lord. Hallelujah. അത് സ്വഭാവത്തിലായിക്കൊള്ളട്ടെ. Praise the Lord. I want to be a better pastor. I want to be a better father. I want to be a better husband. I want to be a better man of God. Hallelujah. I want to be better. Praise the Lord. എന്നെ അത് കുലുക്കി. കർത്താവേ, അയ്യോ ഞാൻ തികഞ്ഞവനല്ല. Praise the Lord. Hallelujah. Glory. എനിക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ്. എന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങിയ ദൈവം അത് പൂർത്തീകരിക്കണം. I want to be better. Lord help me. അവിടെയാണ് ദൈവകൃപ വ്യാപരിക്കുന്നത്. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. Praise the Lord. Amen. സാറിന് പറയും, നിന്റെ ഞാനൊരു കേട്ടതൊരു ഈ നേവി ഡൈവേഴ്സ് ആകാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഒരു പുസ്തകത്തിന്റെ അകത്ത് പുള്ളിക്കാരൻ പറയുകയാണ്, ട്രെയിനിങ്ങിന്റെ ഭാഗത്തിൽ ഒരു സമയത്ത് ഒരു ഓപ്ഷൻ കൊടുത്തു. ഒന്നെങ്കിൽ 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടാം, 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കണം, ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടാം, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാ 48 മണിക്കൂർ ഓടാം. Because they said we want you to be better. ഏത് കാര്യത്തെയും ഏത് പ്രതികൂലത്തെയും ചെറുത്ത് നിൽക്കുവാൻ ഉള്ള കേപ്പബിലിറ്റി വേണം. ഒന്നെങ്കിൽ 24 ട്രെയിനിങ്ങിന്റെ ഭാഗം 24 മണിക്കൂർ ഓടാം, അല്ലെങ്കിൽ 48 മണിക്കൂർ ഓടാം. പുള്ളിക്കാൻ എളുപ്പമുള്ള മാർഗം എടുത്തു, 48 മണിക്കൂർ എടുത്തു. ഓടി 23 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടി.
അത് കഴിഞ്ഞപ്പം പുള്ളിക്കാരന്റെ തൈയിൽ ഒരു മസില് പൊട്ടി, സ്ട്രെയിൻ ആയത്, പൊട്ടു എന്തോ ചെയ്തു. ഉടനെ പുള്ളിക്കാരന്റെ ട്രെയിനർ ചോദിച്ചു, ഞാൻ ഇവിടെ 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തെന്നും പറഞ്ഞ് എനിക്ക് എഴുതി വെക്കാമോ? 23 മണിക്കൂർ ഓടിയുള്ളൂ, എന്നാൽ ഒരു ഗ്രേസ് പീരിയഡ് ചെയ്യാൻ പറ്റൂ? പുള്ളിക്കാൻ പറഞ്ഞു, ട്രെയിനർ പറഞ്ഞു 24 മണിക്കൂറിന് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ 48 മണിക്കൂറിന് തെരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ പറ്റിയല്ല. യു ഹാവ് ടു റൺ കുറഞ്ഞത് ഒരു 47 ഓടണം. പുള്ളിക്കാരൻ ബഹളം വെച്ചില്ല, വഴക്കുണ്ടാക്കിയില്ല. നമ്മളാണെങ്കിൽ മോൻ പൊരിപ്പിച്ച് ഇത്ര ഓടിയില്ലേ, മനസ്സിലാക്കിയല്ലേ, മടുത്തിട്ടല്ലേ, അടുത്ത പ്രാവശ്യം പോരെ, നമ്മൾ പലതും എക്സ്ക്യൂസസ് പലതുണ്ടാക്കാം. എന്നാൽ പുള്ളിക്കാരൻ ആ കാല് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്ട്രാപ്പ് ചെയ്തു, എന്നിട്ട് ഓടി. എന്റെ ആ പുസ്തകത്തിനകത്ത് പുള്ളിക്കാരൻ എഴുതുകയാണ്, when you think you are done, your body is actually only done 40%. When you feel as if you are done, maduttu inni pattiyila norakkumbol, your body is actually only done 40%. He completed it. അമുറിച്ച കാലുമായി ഓടി. നീ മടുത്തു, മതിയായി, ഇതിൽ കൂടുതൽ പറ്റിയില്ലെന്ന് ഉറങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, ഈ വചനത്തിന്റെ അകത്തുള്ള ഒരു കൃപയുണ്ട്, ഒരു ബലമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ വേണ്ടി ഇന്ന് പകലും നിന്നെ ശക്തീകരിക്കുന്ന ഒരു ബലമുണ്ട്. You have only reached 40%. You can do it in the name of Jesus. നിന്റെ ആ ഡിസ്കറേജ്മെന്റ് മാറട്ടെ, മടുത്തു മതിയായി എന്നുള്ള ചിന്തകൾ വിട്ടുമാറട്ടെ. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് പൈശാചികമാണ്. നോ, നിന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങിയ യേശു വിശ്വസ്തനത്രേ, അവൻ പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനത്രേ. എന്നെ കൊണ്ട് പറ്റിയല്ലെന്ന് പറഞ്ഞാൽ, മനസ്സങ്ങ് വെച്ചാൽ പിന്നെ ആരാധിക്കുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, നമ്മളെ കുത്തിയിരിക്കും. ഇതിന്റെ അപ്പുറവും പറ്റും. I can do all things through Jesus Christ who strengthens me. ക്രിസ്തുയേശു മുഖാന്തരം എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും. Praise the Lord. പ്രായം കൂടി പോയിട്ടില്ല. Praise the Lord. പഠിപ്പ് കുറഞ്ഞു പോയിട്ടില്ല, വളരെ ദൂരെ വീണിട്ടില്ല, വളരെ ആഴത്തിൽ പോയിട്ടില്ല. Praise the Lord. ഇതിൽ നിന്നും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും, എനിക്ക് ഓടാൻ പറ്റും, ദൈവത്തിന് വേണ്ടി ഇനി പ്രയോജനപ്പെടാൻ പറ്റും. Praise the Lord. എന്ന് നിന്റെ മനസ്സിന്റെ അകത്തുനിന്നൊരു ചിന്ത വന്നാൽ അതിനെ സഹായിക്കുവാൻ, അത് പരിശുദ്ധാത്മാവിലുള്ള ചിന്തയാണ്, അതിനെ സഹായിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. Lift your hand and say, I receive that grace. യേശുവിന്റെ നാമത്തിൽ I receive that grace. Praise the Lord. Hallelujah. Amen. 2 സങ്കീർത്തനം 27:13 രണ്ടാമത്തെ ഒരു ക്വാളിറ്റി. Psalms 27:13 and 14. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാതെ പോയിരുന്നുവെങ്കിൽ, യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയ്ക്കായി കാത്തിരിക്കുക. Amen. Praise the Lord. Confidence. മലയാളത്തിൽ കോൺഫിഡൻസ് എന്താണ്? ആത്മധൈര്യം. യഹോവയുടെ മോനെ, ജീവനുള്ളവരുടെ ദേശത്ത്, ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ ദർശിക്കുമെന്ന്, യഹോവയുടെ നന്മ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാതെ പോയിരുന്നുവെങ്കിൽ, യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെടുക. ബി കോൺഫിഡന്റ്, ധൈര്യപ്പെടുക. നീ ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണും. അടുത്ത് നിൽക്കുന്ന ആളെന്ന് നോക്കിയിട്ട് പറ, പ്രൈസ് ഗോഡ്, ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ നന്മ നീ കാണും. ഒരു പിശാചിനും അത് മുടക്കാൻ സാധിക്കുകയില്ല.
ഒരു വ്യക്തിക്ക് അത് തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ വചനമാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെങ്കിൽ നീ ഈ ജീവനുള്ള ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണും. ആർക്കൊക്കെ അസൂയുണ്ടെങ്കിലും ആരൊക്കെ തടസ്സപ്പെടുത്താൻ നോക്കിയാലും നീ ദൈവത്തിന്റെ നന്മ ജീവനുള്ള ദേശത്ത് നീ കാണും. Amen. Praise the Lord. Have the confidence to believe the best is still to come for you. നന്മ വരുന്നുണ്ട് നിനക്ക്, അത് നീ കാണും. ചിലർക്ക് ആ കോൺഫിഡൻസ് പോയി. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാ. ദാവീദിന്റെ അപ്പന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ വന്നപ്പം വിളിക്കാതിരുന്നത്. സഹോദരന്മാർക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഗൊലായത്തിന്റെ മുന്നിൽ നിന്നപ്പം നീ എന്തോ കാണാൻ വന്നാന്ന് ചോദിച്ചത്. സൗളിന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു ദാവീദില്. മോനെ നീ എന്റെ പടച്ചട്ട വേണം കിട്ടുകൊണ്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതായത് other people won't feed your confidence. If you are looking to somebody to feed your confidence, nobody will. Only God can give you God confidence. ആളിയൻ സഹായിക്കുമായിരിക്കും, ചേട്ടൻ നല്ലത് പറയുമായിരിക്കും, അപ്പൻ ഇങ്ങനെ ചെയ്തു തരുമായിരിക്കും, അങ്ങനെ ചെയ്തു തരുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നിന്റെ അകത്ത് ധൈര്യം വരികയില്ല. എന്നാൽ എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്നെ ഹല്ലേലൂയ വഴിയിലിട്ടിട്ട് പോകുകയില്ല. ഞാൻ നന്മ ഈ ദേശത്ത് കാണും, എന്റെ ദൈവം എനിക്ക് സഹായമായി വരുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ദൈവികമായ ഒരു കൃപ, ദൈവികമായ ഒരു സഹായം നിനക്കായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. Praise the Lord. Praise the Lord. Praise the Lord. Amen. Gideon was one of the most insecure leaders. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഒളിച്ചിരിക്കുന്ന ഇവിടെ? ഇൻസെക്യൂറാ. മിദ്യാനി സൈന്യത്തിനെതിരെ നീ നയിക്കേണ്ടതാ. പുള്ളിക്കാരൻ പറഞ്ഞു, ദൈവമേ എന്റെ കൂടെ അങ്ങോട്ടെന്നുണ്ടെങ്കിൽ എന്തിലൊക്കെ സൈൻ തരണം. പിന്നെ പറഞ്ഞു കുറച്ചു പേരെ തരണം. അങ്ങനെ 32,000 പേര് കൂടെ വന്നു. ദൈവം പറഞ്ഞു ഇത് കൂടുതലാ, ഭയമുള്ളവനൊക്കെ പൊക്കോളം പറയാൻ പറഞ്ഞു. ഭയമുള്ളവരൊക്കെ പൊക്കോളം പറഞ്ഞപ്പം 22,000 പേര് വിട്ടുപോയി. ഇന്ന് പകലും പാസ്റ്ററായിട്ട് ഞാൻ പറയുവാണ്, ഭയമുള്ളവരൊക്കെ പൊക്കോ. Praise the Lord. Amen. പണ്ട് ഹോളിവുഡ് ഒരു സിനിമ ഇറക്കി, 300 അല്ലേ? അത് ഈ 300 ഇതിന്റെ അകത്ത് ബൈബിളിൽ നിന്ന് വന്നതാ. ഒറിജിനൽ 300 ഗിഡിയന്റെ ആർമി ആയിരുന്നു. ഈ 22,000 പേര് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം കുടിക്കുന്ന ഒരു ടെസ്റ്റ് കൊടുത്തു. അതൊക്കെ നമ്മൾ നേരത്തെ വർണ്ണിച്ചിട്ടുള്ളതാ. ടെസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോ 300 എണ്ണം ഉണ്ട്. ഒറിജിനൽ 300. Praise the Lord. അങ്ങനെയുള്ള 300 എണ്ണം ദൈവം പറഞ്ഞ ഈ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാക്കുന്ന എന്തൊക്കെയാണ് അതൊക്കെ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ഗിഡിയോന്റെ കൂടെ നിൽക്കാൻ റെഡിയായിട്ടുള്ള ഒരു 300 എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ദൈവം അസാധാരണമായ എക്സ്ട്രോർഡിനറി ആയ കാര്യങ്ങൾ ഈ ദേശത്ത് ചെയ്യും. അങ്ങനെയുള്ള ചിലവരെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് വേർതിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിലവരെ ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വേർതിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ചിലവരെ വേർതിരിക്കുകയാണ്. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു 300 എണ്ണത്തെ Praise the Lord. Hallelujah. Amen. Amen. അതായത് ഗിഡിയനെ ദൈവം പഠിപ്പിച്ചെന്നറിയാമോ?
You shouldn't think for you to succeed, you need people around you. എന്റെ അസോസിയേറ്റ് പാസ്റ്റേഴ്സ് കൂടെ ഇല്ലെങ്കിലും, നിങ്ങൾ ഒറ്റെണ്ണമില്ലെങ്കിലും, നിങ്ങളല്ലല്ലോ എന്നെ വിളിച്ചത്, എന്നെ ഇവിടെ ആക്കിയത് ദൈവമല്ലേ, നിങ്ങളെല്ലാം കൂടെ വോട്ട് ചെയ്തിട്ടല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒറ്റെണ്ണമില്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക, ദൈവം തന്ന ഉറപ്പില്, പ്രൈസ് ദി ലോർഡ്, ദൈവം വിളിച്ചെങ്കിൽ യേശു വരുന്നത് വരെയും കർത്താവിന് വേണ്ടി നിൽക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ വന്നാലും, ആരൊക്കെ എതിർത്താലും, ഒരു സൈന്യമെതിരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലവരെ ചില സമയത്ത് വിശ്വാസികൾ മറന്നുപോകും ദൈവം അവരെ വിളിച്ചത്, ദൈവം അവരെ അഭിഷേകം ചെയ്തത്. Your confidence should not be on people. പ്രാർത്ഥിക്കുന്ന ഇന്ന ബ്രദർ ഉണ്ടല്ലോ, പാസ്റ്റർ അയാൾ പോയാൽ എന്തോ ആവും, അയ്യോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ന ആളുണ്ടല്ലോ, വല്ലപ്പോഴും വല്ലതും തരുന്നത് പുള്ളിക്കാരൻ സഹായിച്ചില്ലെങ്കിലോ. Your confidence has to be, I am confident എന്നാ പൗലോസ് പറഞ്ഞത്, that നിങ്ങളുടെ നല്ല പ്രവൃത്തി തുടങ്ങിയവൻ പാസ്റ്റർ നിക്ക് എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്, നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടുവേണം. പാസ്റ്റർ നിക്ക്. രണ്ടാമത്തെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി പാടാ, നാക്ക് പഠിച്ചില്ല ഇന്ന് രാവിലെ. പുള്ളിക്കാരന് കയ്യുമില്ല കാലുമില്ല, ഉണ്ടായത് അങ്ങനെയാ, കയ്യുമില്ല കാലുമില്ല, 3.5 അടി എന്തോ പൊക്കമുള്ളൂ. പുള്ളിക്കാരൻ്റെ ഒരു പുസ്തകമുണ്ട്, ലൈഫ് ബിയോണ്ട് ലിമിറ്റ്സ്. ആ പുസ്തകത്തിന്റെ അകത്ത് പാസ്റ്റർ നിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാം വയസ്സില് പുള്ളിക്കാരന് മരിച്ചു കളഞ്ഞാൽ മതി എന്നുള്ള ചിന്ത വന്നു. കയ്യുമില്ല കാലുമില്ല, ബാക്കി പിള്ളേർ കളിക്കുന്നു, ഓടുന്നു, തിന്നുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇവനൊന്നും ചെയ്യത്തില്ല, കയ്യുമില്ല കാലുമില്ല, 2 കയ്യുമില്ല 2 കാലുമില്ല, 8-ാം വയസ്സിൽ. And he says, I hated myself and I thought I was worthless. എന്നാൽ പാസ്റ്റർ നിക്ക് പറയുന്നത്, ഞാൻ പൊക്കോണ്ടിരുന്ന സഭയിലെ പാസ്റ്റർ ഓരോ ആഴ്ചയും എൻ്റെ അടുത്ത് പറയും, യു ആർ വാല്യുബിൾ. ദൈവത്തിന് നിന്നെ കൊച്ചു പ്ലാൻ ഉണ്ട് മോനെ. അപ്പനമ്മമാർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അത്ഭുതകരമായി കാലും കൈയൊക്കെ വളരാൻ വേണ്ടി നടന്നില്ല. ഈ ദൈവദാസൻ പറഞ്ഞുകൊണ്ടിരുന്നു, മോനെ ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്, യു ആർ വാല്യുബിൾ. ബാക്കിയുള്ളവരെ പോലെ ആയിരിക്കുകയല്ല, നിനക്ക് കാല് കാണിയല്ല, കൈ കാണിയല്ല, ബട്ട് യു ആർ വാല്യുബിൾ. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് പകൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നിന്റെ ബലഹീനതയെ നോക്കി പിശാച് പുച്ഛിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുറവുകളെ നോക്കി പിശാച് പുച്ഛിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ നടുവിൽ ഞാൻ പറയുകയാണ്, യു ആർ വാല്യുബിൾ ടു ഗോഡ്. ദൈവം നിന്നെ കൈവിടുകയില്ല, ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല, ദൈവം നിന്നെ മാറ്റി നിർത്തുകയില്ല. You are valuable. God needs you. ജെറമ്യ 29:11 വാക്യം ഈ പയ്യന്റെ അകത്ത് ഈ പാസ്റ്റർ പറഞ്ഞങ്ങ് കേറി. I alone know the plans I have for you, plans for a future with prosperity, blessing and hope, and not for your disaster. ഇതങ്ങ് കേറി പിടിച്ചു. ഈ പാസ്റ്റർ നിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ആ പുസ്തകത്തിന്റെ അകത്ത്. നിരാശപ്പെടാൻ കാര്യം, he says, I looked at what I did not have. എനിക്കില്ലാത്തതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാലില്ലല്ലോ, കയ്യില്ലല്ലോ, കാലില്ലല്ലോ, കയ്യില്ലല്ലോ, കാലില്ലല്ലോ, കയ്യില്ലല്ലോ, കാലില്ലല്ലോ, കയ്യില്ലല്ലോ, ഇതാ നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മ പ്രകാശിച്ചിട്ട് suddenly he began to look at what he had. എനിക്ക് എന്തോ ഉണ്ട്, അത് പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ്റെ മനസ്സിലായി, പുള്ളിക്കാരനുള്ളതെന്ന് അറിയാം, ഒരു സ്വരമുണ്ട്, ഒരു വോയിസ് ഉണ്ട്, ഒരു സ്വരമുണ്ട്, ഒരു
വോയിസ് ഉണ്ട്. അത് ദൈവമേ അങ്ങയുടെ മഹത്വത്തിനാ ഉപയോഗിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തുള്ള 52 സ്കൂളിലേക്ക് അപ്പനെയും കൊണ്ട് എഴുതിച്ചു, അമ്മേനെയും കൊണ്ട് എഴുതിച്ചു. നിങ്ങളുടെ സ്കൂളിൽ വന്ന് പിള്ളേർക്കൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാൻ എന്നെ വിളിക്കാമോ? 52 സ്കൂളിൽ നിന്നും പറഞ്ഞു, മോനെ നിന്നെ വിളിക്കുകയല്ല, നിന്നെ കണ്ട പിള്ളേർ പേടിക്കും, അവര് മോട്ടിവേറ്റഡ് ആയില്ല, നിനക്ക് കൈയില്ല കാലില്ല. He felt foolish. എന്നാൽ 53-ാമത്തെ ഒരു സ്കൂളിലേക്ക് എഴുതി. അത് 5 കിലോമീറ്റർ ദൂരെയാ. അവര് പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. $50 തന്നാക്കാന്ന് പറഞ്ഞു. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കൊണ്ടാകാവോ എന്ന് ചോദിച്ചു. ചേട്ടൻ കൊണ്ടാകാന്ന് പറഞ്ഞു. അവിടെ പോയി സംസാരിച്ചു. എല്ലാവരും തലയുറഞ്ഞും അടുത്ത് നോക്കിയിരുന്നു. ചിലവരൊക്കെ എഴുന്നേറ്റ് പോയി. വിളിക്കാൻ അങ്ങ് ആകെ ഡിസ്കറേജ്ഡ്. He says in that book he felt foolish and stupid. എന്നാൽ ഇന്ന് ഒരു കൊല്ലം 3500 ഇൻവിറ്റേഷൻസ് ആണ് പുള്ളിക്കാരൻ എവിടെയെങ്കിലും വന്ന് സംസാരിക്കുവാൻ. Praise the Lord. He ministers to over 1 million people every year. ഒരു 2-3 കൊല്ലം മുമ്പേ ന്യൂയോർക്കിൽ വാഷിംഗ്ടണിൽ വെച്ച് I had the privilege of sitting and having breakfast with him. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. Praise the Lord. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. Praise the Lord. And he's married. He's got a child. കെട്ടി ഒരു കുഞ്ഞുണ്ട്. Praise the Lord. Hallelujah. Amen. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മുന്നിൽ വെച്ചിരുന്നപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പുള്ളിക്കാരൻ വേറൊരു പാസ്റ്ററിനെ സുഹൃത്തിനെ ഇന്ത്യയിൽ നിന്ന് ബോംബെയിൽ നിന്ന് വിളിക്കുക. അങ്ങോട്ട് ഫോണിനെ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഫ്ലൈറ്റ് അയക്കുന്നുണ്ട്, കയറി ഇങ്ങ് പോരണം, ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് നിങ്ങൾ കയറി പോരണം. ദൈവത്തിന്റെ വചനം അകത്തോട്ട് കയറി. ഇന്ന് പകൽ ഒരു മെസ്സേജ് കേൾക്കാനല്ല, നിന്റെ കോൺഫിഡൻസ് തിരിച്ചു വരട്ടെ. നിന്റെ ഇല്ലായ്മയെ നോക്കി പിശാച് നിന്നെ കളിയാക്കാൻ നോക്കുമ്പോൾ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്, ദൈവം നിനക്ക് എന്തോ തന്നിട്ടുണ്ട്. ദൈവം നിനക്ക് എന്തോ തന്നിട്ടുണ്ട്. ദൈവം എന്തോ തന്നിട്ടുണ്ട്. ദൈവം എന്തോ തന്നിട്ടുണ്ട്. In that book he says, I put my confidence in God. Amen. മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞ നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. ബിക്കോസ് മറ്റേ രണ്ടാമത്തെ വാക്യം എടുക്കാൻ സമയമില്ല, അത് അടുത്തയച്ചെടുക്കും. ഈ വചനം ആർക്കെങ്കിലും അനുഗ്രഹമാണ് ഇന്ന് പകൽ. Desire. The God has given you the power to desire. Desire എന്താണ്? ആഗ്രഹം. ചീത്ത ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ആരെങ്കിലും മുടിക്കണം, ആരെങ്കിലും നശിപ്പിക്കണം, അതൊക്കെ ചീത്ത ആഗ്രഹമാണ്. ഇത് പൈശാചികമാണ്. നാലുപേരെയൊക്കെ നന്നാക്കണം, ആരെങ്കിലൊക്കെ പ്രോത്സാഹിപ്പിക്കണം, അനുഗ്രഹിക്കണം, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് നല്ല അനുഗ്രഹം. ഡിസയർ. ആ ഡിസയർ ഉള്ളത് കൊണ്ടാണ് ഇതിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നിങ്ങൾ കഴിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ തിന്നാൻ ആഗ്രഹമാണ്, എന്തെങ്കിലും കഴിക്കണം. മീറ്റിംഗിൽ ഇടയ്ക്ക് തന്നെ ചിലവർ വാച്ച് നോക്കുന്നുണ്ട്. ഏത് ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുന്നതും ഏത് പരാജയത്തിൽ നിന്ന് പുറത്തു വരുന്നതും നിന്റെ അകത്ത് എന്തു വന്നാലും ഞാൻ യേശുവിൽ ആശ്രയിക്കാൻ പോവാൻ. ദൈവം എന്നെ സഹായിക്കണം. ഈ വിഷയത്തിൽ ദൈവം എനിക്ക് പരിഹാരം തരണം. ഇതിന്റെ അകത്ത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവം എന്നോട് കരുണ കാണിക്കണം. ദൈവമേ, ഞാൻ അങ്ങേ കൈവിടുന്നില്ല, അങ്ങേ മുറുകെ പിടിക്കുക. എനിക്ക് അങ്ങയോട് വലിയ വിശപ്പാ, വലിയ ദാഹമാ. യേശു, എനിക്ക് അങ്ങേ കൂടാതെ പറ്റുകയില്ല, എന്നെ സഹായിക്കണം. ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് അകത്ത് തീവ്രമായ ഒരു ആഗ്രഹം വന്നാൽ ഇതിന്റെ പുറകിൽ ദൈവം നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. നിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും.
ആഗ്രഹം കാണണം. But most of us want to sit in a comfortable zone, be happy. Henry Ford വണ്ടിയുടെ ഒക്കെ ഫൗണ്ടർ, ക്രിയേറ്റർ ഹെൻറി ഫോർഡ് ആദ്യം വണ്ടി ഉണ്ടാക്കി. പുള്ളിക്കാരന് തന്നെ ഗാരേജിൽ ഇട്ടാണ് ഉണ്ടാക്കിയത് ആദ്യ വണ്ടി. ആദ്യം ഒരു 4 ചക്രമുള്ള വണ്ടി ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞ് സാധനം സ്റ്റാർട്ടാക്കി. ഇപ്പൊ സ്റ്റാർട്ടായി. അത് നോക്കിയപ്പോഴാ ഈ ഗാരേജിന്റെ ഡോറ് വളരെ ചെറുതാണല്ലോ, വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റിയല്ലോ എന്ന് മനസ്സിലായത്. സംഭവിച്ച കാര്യ, വണ്ടി അകത്തിട്ട് പണിതു, വണ്ടി ഉണ്ടാക്കി, ഇത് പുറത്തേക്ക് ഇറക്കത്തില്ല. The desire to drive that car was so strong that he broke down that brick wall. ആ മതിൽ ഇടിച്ചു കളഞ്ഞ് ഈ വണ്ടി ഓടിക്കണേ. നമ്മൾ മതിലകത്തിരിക്കുകയാണ്. ചിലവരെന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഇടിക്കാൻ റെഡിയല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ക്രിസ്ത്യൻ ലൈഫിൽ എനിക്ക് മുന്നോട്ട് ഓടണം, ഈ വണ്ടി ഓടിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം, കർത്താവിന്റെ സുവിശേഷം അറിയിക്കണം, യേശുവിനെ ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഏത് മതിലാണെങ്കിലും, ഭയമായിക്കൊള്ളട്ടെ, പാപമായിക്കൊള്ളട്ടെ, നിരാശയായിക്കൊള്ളട്ടെ, ഡിസ്കറേജ്മെന്റ് ആയിക്കൊള്ളട്ടെ, അത് നീ ഇടിച്ചു മാറ്റും. പ്രൈസ് ദി ലോർഡ്. തകർത്തു മാറ്റും. ദൈവം അതിനുള്ള കൃപ തരും, അതിനുള്ള ബലം തരും. ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ് പറ, അതിനുള്ള ബലം പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ. ആ രക്തസ്രാവക്കാരത്തിയുടെ ഡിസയർ അതായിരുന്നു. ഞാൻ യേശുവിനെ ഒന്ന് തൊട്ടാൽ സൗഖ്യമാവും. എത്ര ആള് തിരക്കുണ്ടെങ്കിലും എനിക്ക് യേശുവിനെ തൊടണം. അതാ ഇന്റൻസ് ഡിസയർ ടു ടച്ച് ജീസസ്. ഇതിന്റെ അകത്ത് വിടുതൽ നടക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ആ അകത്ത് ആഗ്രഹം, അതാ ഫെയ്ത്ത്. എനിക്ക് യേശുവിനെ, ഈ ആരാധന എനിക്ക് കർത്താവിനെ തൊടാതെ പോകത്തില്ല. ഈ മെസ്സേജ് എന്റെ അകത്തോട്ട് കയറാതെ ഞാൻ ഇറങ്ങുന്നില്ല. ഇവിടുന്ന് എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെ ഏൽപ്പിച്ച്, ദൈവസന്നിധിയിൽ ഞാൻ പൂറാവൂട്ടിയാതെ ഇവിടുന്ന് എഴുന്നേൽക്കുകയല്ല. അങ്ങനെ ഒരു വാഞ്ചയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തീഷ്ണതയുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു പ്രൈസ് ദി ലോർഡ്, നിന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങിയവൻ അത് പൂർത്തീകരിക്കുന്നത് നീ കാണും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ക്രിസ്തുയേശുവിന്റെ വരവെങ്കിൽ ഹല്ലേലൂയ നീ എടുക്കപ്പെടും. Praise the Lord. Hallelujah. Amen. Amen. അടുത്തേക്ക് നടത്തുന്ന ഡിസയർ ഉണ്ടോ എന്ന് ചോദിക്കുക. Are you happy where you are? എന്നും ഇങ്ങനെ ഇരുന്നാ മതി എന്നാണോ? വിഷയത്തിന് വിടുതൽ വേണ്ടേ? അതുകൊണ്ടാണ് ആ ഡിസയർ ഉണ്ടെങ്കിൽ 19, 20, 21 വെള്ളി, ശനി, ഞായർ 3 ദിവസം നമുക്ക് ഇവിടെ ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രയറാ. ആ ഡിസയർ ഉണ്ടെങ്കിൽ അതിന് വളരെ താന്ന ആമേനല്ലോ കേട്ടത്. അയ്യോ, തീഷ്ണതയുണ്ടെങ്കിൽ ഡിസയർ, യെസ്. Blessed are those who hunger and thirst after righteousness. They shall be filled. ആഗ്രഹമുണ്ടെങ്കിൽ, ഡിസയർ ഉണ്ടെങ്കിൽ, ആപ്പറ്റൈറ്റ് ഉണ്ടെങ്കിൽ, ആയിരിക്കുന്നതിലായാൽ മതി വാസ്ത്രേ, കഴിഞ്ഞു പോയാൽ മതി എന്നേ ഉള്ളൂ. സ്വർഗത്തിൽ അങ്ങ് എത്തിയാൽ മതി. കിരീടമൊന്നും വേണമെന്നില്ല. അതൊക്കെ നിങ്ങൾ മിടുക്കന്മാരൊക്കെ എടുത്തു. നമുക്ക് സ്വർഗത്തിലൊന്ന് എത്തിപ്പിടിച്ചാൽ മതി. അതിൽ മൂലയ്ക്ക് നിന്നോളാം. കമ്പിയെ പിടിച്ച് നിൽക്കേണ്ട വന്നാലും സ്വർഗത്തിൽ നിന്നോളാം. കിരീടമൊക്കെ വേറെ ആരെങ്കിലൊക്കെ എടുത്തു എന്നൊക്കെ ഉള്ളതാണെങ്കിൽ അല്ലേ, കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
Philippians chapter 1:6. ഒന്നുകൂടെ മെസ്സേജ് ബൈബിൾ ഇട്ടേ മോനെ. ദൈവസന്നിധിയിൽ ഒന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയോ മുട്ടുമടക്കുകയോ ചെയ്യാം. നിങ്ങളൊന്ന് കണ്ണ് അടച്ച് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ച്. ഇറ്റ് ഈസ് യുവർ ടൈം അലോൺ വിത്ത് ജീസസ്. ഒരു മെസ്സേജ് കേട്ടിട്ട് എഴുന്നേറ്റ് പോവുകയല്ല, അതിനോട് കറക്റ്റായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്ത്, കർത്താവേ ഞാൻ എന്നെ താഴ്ക്കുന്നു. I want to be a better person. I want to be a better person. പ്രാർത്ഥിച്ച്, നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്, there has never been the slightest doubt in my mind that the God who started this great work in you would keep at it and bring it to a flourishing finish on the very day Christ Jesus appears. Father, I commit your congregation into your hands this morning. വചനം പ്രസംഗിച്ച ഞാനും കേട്ട അങ്ങയുടെ മക്കളും ഈ വചനത്തിൻ്റെ അകത്തുള്ള കൃപ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ത്തി എളിമപ്പെട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപയില്ലാതെ, അങ്ങയുടെ ആത്മാവിൻ്റെ ചൈതന്യമില്ലാതെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിത്യതയിൽ പോലും ഞങ്ങൾക്ക് വരുവാൻ അങ്ങയുടെ കൃപ വേണം ദൈവമേ, അങ്ങയുടെ സഹായം വേണം. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്, സഭയായിട്ട് ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചിന്ത ഒരു മനോഭാവമാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരത്തിനായി മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുക കർത്താവേ. അങ്ങയുടെ കൃപ വേണം ദൈവമേ. വാ തുറന്ന് പറ, യേശുവേ അങ്ങയുടെ കൃപ വേണം. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. അഹങ്കാരത്തെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കംഫർട്ട് സോണിലിരിക്കാനല്ല യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിലേക്കുള്ള വലിയൊരു ആകർഷണം, ഒരു ഡിസയർ, ഒരു തീഷ്ണത തരണമേ. ഞങ്ങളുടെ അകത്ത് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തരണമേ. ഞങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എടുത്ത് മാറ്റണമേ. ഞങ്ങളുടെ ഭയങ്ങൾ എടുത്ത് മാറ്റണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായം അയക്കുമാറാകണമേ. വാ തുറന്ന് പറ, യേശുവേ അങ്ങ് ജീവനുള്ള ദൈവമാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അങ്ങ് ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളുടെ ജീവിതം യേശുവേ അങ്ങിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. എൻ്റെ ഉള്ളത്തിൽ യേശുവേ അങ്ങ് രക്ഷകനും നാഥനും കർത്താവുമായി വരണമേ, വാഴണമേ. I surrender my life to you. ഞാൻ പൂർണ്ണമായും അങ്ങേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എൻ്റെ തെറ്റുകൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ യേശുവേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവികമായ ഒരു കോൺഫിഡൻസ് കൊണ്ട് നിറയ്ക്കണമേ. പിശാചിനെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു. Thank you Jesus. Thank you Lord. Thank you Lord. Thank you Lord. Now lift your hands and praise and praise and praise God.